ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. The absolute income hypothesis was introduced by British economist John Maynard Keynes in his book General Theory of Employment, Interest and Money in 1936. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1936 ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജോൺ മെയ്നാർഡ് കെയ്ൻസ് JM കെയ്ൻസിൻ്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള പുസ്തകത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. This empirical consumption function derived from the time series data of 1929 to 1944. 1929 മുതൽ 1944 വരെയുള്ള ടൈം സീരീസ് ഡാറ്റയിൽ നിന്നാണ് ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, അഗ്രിഗേറ്റ് കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകം. He said that consumption is a stable function of current income. To be more specific, current disposable income means income after tax payment. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ കൺസംഷൻ എന്ന് പറയുന്നത് കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഫങ്ഷനാണ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സൊക്കെ പേ ചെയ്തതിന് ശേഷമുള്ള ഇൻകം, അതിനെയാണ് കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുക. അക്കോർഡിംഗ് ടു ഹിം, consumption has two components. First one, autonomous consumption, and second one, induced consumption. Autonomous consumption is defined as the expenditures that consumers must make even when they have no disposable income. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ ഇൻകം ഇല്ലാത്തപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൺസംഷൻ നടത്തുന്നുണ്ട് അല്ലേ. സോ അത്തരത്തിലുള്ള കൺസംഷനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. കാരണം ഇൻകം ഇല്ലെങ്കിലും നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യ സമയത്ത് നിർബന്ധമാണല്ലേ വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടം വാങ്ങിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, കൺസംഷൻ നടത്തും. സോ ആ ടൈപ്പ് ഓഫ് കൺസംഷനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി കറൻറ്റ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള കറൻറ്റ് ഇൻകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺസംഷനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കറൻറ്റ് ഇൻകം ഈസ് ദ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. YD is equal to Y minus T. Here YD is equal to disposable income, Y is equal to current income and T is equal to tax. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് കറൻറ്റ് ഇൻകത്തിൽ നിന്നും ടാക്സ് കുറച്ചിട്ടുള്ളതാണ്. കെയ്ൻസ് കൺസംഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് C is equal to A plus BY. ഹിയർ C എന്ന് പറയുന്നത് എന്താണ്, കൺസംഷൻ, A എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ, B എന്ന് പറയുന്നത് MPC ആൻഡ് Y is equal to ഡിസ്പോസിബിൾ ഇൻകം. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമുക്ക് എത്ര ഇൻകം ഉണ്ടോ അതിൽ നിന്ന് എത്ര നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ് MPC എന്ന് പറയുന്നത്. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ക്ലിയർ ആയല്ലോ. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുന്നത് ഒരു കൺസംഷൻ ഫംഗ്ഷനെ കാണിക്കുന്ന നമ്മുടെ ഗ്രാഫാണ്. അതിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകവും Y ആക്സിസിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും കാണാം. ഒരു 45 ഡിഗ്രി ലൈൻ ഉണ്ട് OZ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ CC എന്ന് പറയുന്ന നമ്മുടെ കൺസംഷൻ ഫംഗ്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈനും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. Consumption function cut the 45 degree line from above. This means consumption function is flatter than 45 degree line and the slope is less than 1. നമ്മൾ ഗ്രാഫിൽ കണ്ടു 45 ഡിഗ്രി ലൈനിനെ CC എന്ന കൺസംഷൻ ഫംഗ്ഷൻ മുകളിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അതായത് 45 ഡിഗ്രിയിലേക്കാളും ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ ലൈൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1നേക്കാൾ കുറവായിരിക്കും. Keynes' statement of relationship between income and consumption was based on the fundamental psychological law. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കെയ്ൻസിൻ്റെ കൺസംഷൻ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ആ ഫംഗ്ഷൻ പറയുന്നത്,
കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകം. ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത് എന്നാണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ. ഡ്യൂ ടു ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ചേഞ്ചസ് ഇൻ കൺസംഷൻ ഈസ് ലെസ് ദാൻ ചേഞ്ചസ് ഇൻ ഇൻകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിലുള്ള ചേഞ്ചിനേക്കാൾ കുറവായിരിക്കും കൺസംഷനിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് നോട്ട് ഓൺ ദി സെയിം പ്രൊപ്പോർഷൻ. സം പാർട്ട് ഓഫ് ഇൻകം ഈസ് സേവ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ അതേ അളവിലല്ല, ഇൻകം കൂടുന്ന അതേ അളവിലല്ല നമ്മുടെ കൺസംഷൻ കൂടുന്നത്. കാരണം എന്താ? ഇൻകം കൂടുമ്പോൾ നമ്മൾ ആ ഇൻകത്തിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യാണ്? സേവ് ചെയ്ത് വെക്കാനാണ് നോക്കുക. കെയ്ൻസ് കൺജക്ചേർഡ് ദാറ്റ് marginal propensity to consume is between 0 and 1, that the average propensity to consume falls as income rises, and the current income is the primary determinant of consumption. ഓക്കെ, കെയ്ൻസ് 3 ഊഹങ്ങളാണ് വെക്കുന്നത്. അതായത് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉണ്ടല്ലോ, അതായത് നമുക്ക് എത്രയുണ്ട് അതിൽ എത്ര ഭാഗം നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആ ഒരു MPC എപ്പോഴും 0യ്ക്കും 1നും ഇടയിലാണ് എന്നാണ് ആദ്യത്തെ പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC എന്ത് ചെയ്യാണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യം കൺസംഷനെ മെയിൻലി ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് കറൻറ്റ് ഇൻകം ആണെന്നും പറയുന്നു. ഓക്കെ, ദെൻ a non-proportional relationship between consumption and income exists in the Keynesian absolute income hypothesis. കെയ്ൻസിൻ്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോൺ പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? കൺസംഷൻ കൂടുന്നില്ല. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഓക്കെ, MPC ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആൻഡ് APC ഈസ് ഡിമിനിഷിങ്. അതായത് MPCയെയും APCയെയും ഒക്കെ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ MPC കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിനോട് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കുക. എന്നാൽ APC ഡിമിനിഷിങ് ആണ്, ഒരു ഡൗൺവേർഡ് കർവായിട്ടായിരിക്കും അതുണ്ടായിരിക്കുക. സ്റ്റഡീസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡാറ്റ ആൻഡ് ഷോർട്ട് ടൈം സീരീസ് കൺഫേംഡ് കെയ്ൻസ് കൺജക്ചേഴ്സ്, യെറ്റ് സ്റ്റഡീസ് ഓഫ് ലോങ് ടൈം സീരീസ് ഫൗണ്ട് നോ ടെൻഡൻസി ഫോർ ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഫോൾ ആസ് ഇൻകം റൈസസ് ഓവർ ടൈം. അതായത് ഇവിടെ പറയുന്നത് കെയ്ൻസ് കുറച്ച് ഊഹങ്ങൾ വെച്ചിട്ടാണ് അല്ലേ ഈ ഒരു അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെയ്ൻസിൻ്റെ ഊഹങ്ങൾ എന്തൊക്കെയായിരുന്നു? MPC 0യ്ക്കും 1നും ഇടയിലാണ്, APC എന്ത് ചെയ്യുന്നു? ഇൻകം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. അതുപോലെ തന്നെ കൺസംഷനെ തീരുമാനിക്കുന്നത് മെയിൻലി എന്താണ്? നമ്മുടെ കറൻറ്റ് ഡിസ്പോസിബിൾ ഇൻകമാണ് എന്ന് പറയുന്ന കെയ്ൻസിൻ്റെ ഊഹങ്ങൾ ശരിയാണ്. എന്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ട് ടൈം പീരിയഡിലെ ഹൗസ് ഹോൾഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുമ്പോൾ അത് വളരെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതായത് ലോങ് ടേം പീരിയഡിലുള്ള പല സ്റ്റഡികളും കെയ്ൻസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ കാണിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പീരീഡിൽ എന്താ? നമ്മുടെ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കുറയുന്നതായിട്ട് ആ സ്റ്റഡികളിലൊന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായി എന്ത്? 1929 ടു 1944 വരെയുള്ള ഒരു എംപെരിക്കൽ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടാണ് കെയ്ൻസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഷോർട്ട് പീരിയഡിൽ കെയ്ൻസ് പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, പക്ഷേ ലോങ് പീരിയഡിലോട്ട് പോകുമ്പോൾ ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയാണ് പിന്നീടുള്ള കൺസംഷൻ ഫങ്ഷനുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കെയ്ൻസിൻ്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.